ആദ്യം തന്നെ ചങ്ങാതിമാർക്കല്ല ഒരു കിടിലോസ്കി നമസ്കാരം ഇരിക്കട്ടെ. ഒരു കിട്ടിക്കാച്ച് അങ്കമാലി മാങ്ങാക്കറി റെസിപ്പിയാട്ടെ. കാണുമ്പോൾ തന്നെ വായി വെള്ളം വരും. വേറെ ഒന്നും വേണ്ട, ഈ സാധനം മാത്രം ചോറിൻ്റെ കൂടെ ഒരു പിടുത്തം പിടിച്ചാൽ സംഭവം കിളി പറക്കുക എൻ്റെ ചങ്ങാതിമാരെ, ഒരു രക്ഷയില്ല. അപ്പം നേരെ നമുക്കിത് ഉണ്ടാക്കുന്നത് കാണാം. ആദ്യം തന്നെ മാങ്ങായും സവോള ഈ വക സാധനങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കുന്ന സമയത്ത് നമ്മുടെ ഷെഫ് നിബു ആൽക്കമിസ്റ്റ് എന്ന ചാനൽ ആരെങ്കിലും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ, ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അങ്ങ് തകർത്ത് പൊളിക്കുക എൻ്റെ ചങ്ങാതിമാരെ. കണ്ണടച്ചങ്ങ് ലൈക്കും കമൻറ്റും ഒക്കെ അങ്ങ് വാരി വിതറ്. നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും അല്ല നമ്മളെ എല്ലാം ചങ്കുകളങ്ങ് തകർത്ത് പൊളിച്ചെടുക്കുക. എന്നിട്ട് ഇതുപോലെ മാങ്ങ നല്ലോണം അങ്ങ് ചെത്തുക കേട്ടോ. ആ തൊലി നല്ല നീറ്റാക്കി ക്ലീനാക്കി ഇങ്ങനെ ചെത്തുക. തൊലി എത്തുന്ന മാങ്ങയുടെ പീസ് കളയല്ലേ, ഇതുപോലെ നല്ല പീസായിട്ട് കിട്ടണം. അതുകൊണ്ട് മാങ്ങ ഇതുപോലെ നല്ല രീതിയിൽ പൂളിയെടുത്ത ശേഷം ഇവനെ ഇങ്ങനത്തെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുക. കാരണം മാങ്ങാക്കറിക്ക് വേണ്ടത് ഈ ഇതുപോലത്തെ പീസാണ്. ശേഷം സവോള എടുത്ത് രണ്ടായിട്ട് കട്ട് ചെയ്യുക. ശേഷം ഇതുപോലെ നിങ്ങളത് കിടക്കിടക്കിടക്കിടാന്നങ്ങ് അരിഞ്ഞു. ഒന്നും നോക്കണ്ട, കണ്ണടച്ചങ്ങ് ഈ സാധനം അങ്ങ് അരിയുക കണ്ടോ. അവനെയും ഇതുപോലെ അങ്ങ് അരിഞ്ഞ ശേഷം അടുത്ത കലാപരിപാടിയാണ്. ഇതുപോലെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി വാരി വിതറുക, കുറച്ച് ഉപ്പ് വാരി വിതറുക. ഉപ്പ് വാരിയ ശേഷം കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. ഇത്ര ഇട്ട ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. 2 സ്പൂൺ നല്ല രീതിയിൽ അങ്ങ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇത്ര ഇട്ട ശേഷം മാങ്ങയിലേക്ക് ഈ മസാല അങ്ങ് തേച്ചങ്ങ് പിടിപ്പിക്കുക. നല്ലോണം അങ്ങ് നല്ല തിരുമി അങ്ങ് പിടിപ്പിക്കുക. പിടിപ്പിച്ച ശേഷം ഒരു 10 മിനിറ്റ് ആ മാങ്ങ അങ്ങ് മാറ്റി അങ്ങ് വെക്കുക കണ്ടോ. ഇതുപോലെ മസാലയൊക്കെ ഒന്ന് പിടിപ്പിച്ച ശേഷം അവനെ ഒരു 10 മിനിറ്റത്തേക്ക് ഒന്ന് മാറ്റി വെക്കുക. മാറ്റി വെച്ച ശേഷം അടുത്ത കലാപരിപാടിയായിട്ട് നമുക്ക് നേരെ ഉരുളി എടുത്ത് വെക്കാം. നല്ല കറക്കി പിടിച്ച് നല്ല സ്റ്റൈലായിട്ട് ഉരുളി എടുത്ത് വെക്കുക. ഉരുളിയിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള എടുത്തൊരു മറിക്കുക. സവോളയിലേക്ക് പച്ചമുളക് 2 3 കീറി എടുത്തൊരു മറി, ഇഞ്ചി നീളത്തിൽ അരിഞ്ഞെടുത്തൊരു മറി, കറിവേപ്പില ആവശ്യത്തിനെടുത്തൊരു മറി. ഇത്ര സാധനം ഇട്ട ശേഷം മസാലയായ മുളക് പൊടി നല്ല സ്റ്റൈലായിട്ട് കറക്കിയിടുക. ശേഷം മല്ലിപ്പൊടി കറക്കിയിടുക. മല്ലിപ്പൊടി ഇട്ട ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി വാരി അങ്ങ് തകർത്തു. ആ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട ശേഷം അടുത്ത കലാപരിപാടിയാണ് ഉപ്പ് ആവശ്യത്തിന് നോക്കി മാത്രം ഇട്ട് കൊടുക്കുക. ശേഷം വെളിച്ചെണ്ണ ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് കറക്കി ഒഴിക്കുക. ഇതെല്ലാം കൂടെ ഇട്ട ശേഷം ഇവനെ എടുത്ത് കലാപരിപാടിയാണ് ഇടിച്ച് പതപ്പിക്കണം. ഈ സാധനം പതപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഈ സാധനത്തിലേക്ക് മസാല അങ്ങ് തേച്ച് പിടിപ്പിച്ചിട്ട് നല്ലോണം അങ്ങ് തിരുമണം. നല്ല കട്ടയ്ക്ക് തിരുമി കൊടുക്കണം. കട്ടയ്ക്ക് ഇതുപോലെ തിരുമി ആ സവോളയ്ക്ക് നിന്നൊക്കെ ജ്യൂസ് ഇറങ്ങുന്ന രീതിയിൽ വരെ ഇടിച്ചൊരു പരുവാക്കണം ഇവനെ. അതാണ് ഈ അങ്കമാലി മാങ്ങാക്കറിയുടെ പ്രത്യേകത. സാധാരണ ഉണ്ടാക്കുന്ന പോലെയല്ല, വേറെ ലെവലാണ് ഈ സാധനം. എന്നിട്ട് ഇതുപോലെ ഇടിച്ച് ഈ രൂപത്തിലും ഭാവത്തിലൊക്കെ ആക്കി എടുക്കുന്ന രീതിയിൽ വരെ എടുക്കണം കണ്ടോ. സംഭവം ഏകദേശം ഈ രൂപത്തിലായി കഴിയുമ്പോഴേക്ക് അടുത്ത നമ്മുടെ കലാപരിപാടിയാണ്. നമ്മൾ മാങ്ങ മസാല ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ, ആ മാങ്ങ മസാല എടുത്തെടുത്ത് ഒരു മറി അതിലേക്ക് ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് മറിച്ച ശേഷം അവനെ ഇതിൻ്റെ അകത്തിട്ടങ്ങ് നല്ലോണം അങ്ങ് ഇടിക്കുക എന്ന് പറഞ്ഞാൽ നല്ലോണം അങ്ങ് മസാല അങ്ങ് തേച്ച് പിടിപ്പിക്കുക കേട്ടോ. ആ സവോളയും ആ മസാലയും എല്ലാം കൂടെ മാങ്ങയിലേക്ക് ഇതുപോലെ അങ്ങ് പിടിച്ച് കഴിയുമ്പോഴേക്കും എൻ്റെ ചങ്ങാതി ഒന്ന് സ്മെല്ല് ചെയ്ത് നോക്ക്. സംഭവം നിങ്ങൾക്ക് പണ്ട് ഈ കോഴിക്കോട് സൈഡിൽ കിട്ടുന്നൊരു സാധനമുണ്ട്, നല്ല പച്ചമാങ്ങായും ഉപ്പിലിട്ടൊരു സാധനം ഉണ്ടാക്കും. അതേ ടേസ്റ്റായി സാധനം. എന്നിട്ട് ഉരുളി ഒന്ന് കത്തിച്ച് ചൂടാക്കുക. ശേഷം അതിലേക്ക് തേങ്ങാപ്പാൽ 2 പാൽ ഒഴിച്ചാൽ മതി കേട്ടോ. 2 പാൽ ഒഴിച്ച ശേഷം അവനെ നല്ലോണം അങ്ങ് വേവിക്കാൻ വെക്കുക. അതായത് മാങ്ങായും ആ സവോളയും പച്ചമുളകും കരിവേപ്പിലയും എല്ലാം ഒന്ന് ഒടയുന്ന രീതിയിൽ അങ്ങ് വേവിക്കണം കണ്ടോ. ഇതുപോലെ നല്ല വെന്ത് തിളപ്പിച്ച് ഒരു പരുവാക്കി എടുക്കണം. പരുവാക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലാട്ടോ എൻ്റെ ചങ്ങാതിമാരെ, ഒരു രക്ഷയില്ല. കിള്ളി പറക്കുന്ന സ്മെല്ല് വരുന്നുണ്ട്. ഇതുപോലെ തിളച്ചൊരു രൂപത്തിലങ്ങ് വരുമ്പോൾ സമയത്ത് അടുത്ത കലാപരിപാടിയാണ്. ഇതിലേക്ക് നല്ല കുറുകിയ തേങ്ങാപ്പാലെടുത്തൊരു മറി. നല്ല കുറുകിയ തേങ്ങാപ്പാലെടുത്ത് മറിക്കുമ്പോഴേക്ക് ഏകദേശം ഇവൻ തിളച്ചൊരു പരുവായിച്ച് കുറുകിയിരിക്കുക. ആ കുറുകിയ തേങ്ങാപ്പാലും കൂടെ ചെല്ലുമ്പോഴേക്ക് ആ കറി നല്ല ഇതുപോലെ നല്ല കുറുകിയ മാങ്ങാക്കറിയായിട്ട് കിട്ടും. അങ്കമാലി മാങ്ങാക്കറി എന്ന് പറയുന്നത് വേറെ ലെവലായിട്ടോ എൻ്റെ ചങ്ങാതിമാരെ. ലാസ്റ്റ് താളിപ്പടിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. വെളിച്ചെണ്ണ ചൂടാക്കുക, കടുക് പൊട്ടിക്കുക, ചെറുള്ളി അല്ലെ സവോള ആയാലും ഒരു കുഴപ്പമില്ല. ഇതുപോലെ ചെറുതായി കുനുകുനാന്ന് അരിഞ്ഞ് ഇതിലിട്ട് റോസ്റ്റ് ചെയ്യുക. ശേഷം വത്തലമുളകും കരിവേപ്പിലയും കൂടെ ഇട്ട് ശേഷം ഇവനെ മൊത്തത്തിലങ്ങ് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്യുക. ശേഷം കുറച്ച് ലേശം മുളക് പൊടിയും കൂടി ഇട്ട് അവനെ ഒന്ന് മൊത്തത്തിലൊന്ന് വരട്ടിയെടുക്കുക. ശേഷം അടുത്ത കലാപരിപാടി ഇതിലേക്ക് എടുത്തൊരു മറി കഴിയുമ്പോഴേക്ക് ഒരു സ്മെല്ല് പറക്കും എൻ്റെ ചങ്ങാതി. കിള്ളി പറങ്ങും, കിളി. ഇച്ചിരി ചപ്പാത്തിയോ ഇച്ചിരി ചോറോ ഇച്ചിരി പൊറോട്ട ഏത് കിട്ടിയാലും ഇവൻ്റെ കൂടെ ഒരു പിടുത്തം പിടിച്ച് കഴിഞ്ഞാൽ വേറെ ലെവലാണ്. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന ഒരു നല്ല കുത്തിരിച്ചോറിൻ്റെ കൂടെ ഇച്ചിരി ബീഫ് ഫ്രൈയും നല്ല കരിമുരാന്നിരിക്കുന്ന ബീഫ് ഫ്രൈയും ആ അങ്കമാലി മാങ്ങാക്കറിയും കൂടെ എടുത്തൊരു വാരി ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക എൻ്റെ ചങ്ങാതി. ഇപ്പോൾ കൊതിയാവുന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും.
ഉച്ചയ്ക്ക് ഒന്നും നോക്കണ്ട, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിടുക്കൻ കറി കേട്ടോ. 5 മിനിറ്റ് അല്ല മാക്സിമം ഒരു 10 മിനിറ്റ് കൊണ്ട് ഈ സംഭവം റെഡിയാണ്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ കിളി പറക്കും. എന്നിട്ട് ഇതുപോലൊരു ബീഫും കൂടെ ഉണ്ടെങ്കിൽ ആ ബീഫും കൂടെ കൂട്ടിയിട്ട് ഒരു പിടുത്തം പിടിച്ചാൽ അത് കിളി ആകാശത്തോടെ പറക്കും. അപ്പോൾ ഒന്നും നോക്കണ്ട, നമ്മളെ ചാനൽ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റുകളങ്ങ് വാരി വിതറ എൻ്റെ ചങ്ങാതിമാരെ. യൂട്യൂബ് ചാനൽ ഷെഫ് നിബു ആൽക്കെമിസ്റ്റിലും കയറി അങ്ങ് തകർക്ക്. നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും സന്തോഷവും ഇതൊക്കെയല്ലേ നമ്മുടെ ഒരു സന്തോഷം. ഇതൊക്കെ നിങ്ങളുടെ അനുവാദത്തോടു കൂടി ഞാനങ്ങ് കണ്ണടച്ചൊരു പിടുത്തം പിടിക്കാൻ പോട്ടോ. എന്നോടൊന്നും പരാതിയായിട്ട് പറയാൻ നിൽക്കരുത്. ഉണ്ടാക്കുന്ന ഉച്ചയാകുമ്പോഴല്ലേ, ഒന്നും നോക്കണ്ട, 10 മിനിറ്റ് കൊണ്ട് സംഭവം റെഡിയല്ലേ. മാങ്ങ റെഡിയാണ്, സവോള റെഡിയാണ്, എല്ലാ മസാല വീട്ടിലുണ്ടല്ലോ. അങ്ങ് തകർത്ത് പൊളിച്ച് അടുക്ക് എൻ്റെ ചങ്ങാതിമാരെ.